എല്ലാം റഖീബോ അതീദോ രേഖപ്പെടുത്തുന്നുണ്ട്. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. സൂറിലൂതപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. പരസ്പരം ഒരു കുടുംബ ബന്ധവും ഉണ്ടാവുകയില്ല. വലാ യതസാഅലൂൻ, അന്നത്തെ ദിവസം ആരും ആരെ പറ്റിയും ഒന്നും അന്വേഷിക്കുകയും ചെയ്യുകയില്ല എന്ന് അല്ലാഹു പറയാം. ആരും ആരെയും പറ്റി അന്വേഷിക്കുകയില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് സൂറിലൂതപ്പെട്ടാൽ. ഫമൻ ഖഫ്ഫത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ ഫമൻ സഖലത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ നന്മകൾ വർദ്ധിച്ചോ അവർ രക്ഷപ്പെട്ടു. ദുനിയാവിൽ ചെയ്ത ചെയ്തികൾ ഓരോന്നോരോന്നായി രേഖപ്പെടുത്തുന്ന മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ നന്മകൾ തൂക്കം കൂടിയോ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. ആരുടെ നന്മയുടെ തട്ട് തൂക്കം കുറഞ്ഞു പോയോ, ആരുടെ നന്മയുടെ തട്ട് തൂക്കം കുറഞ്ഞു പോയോ ഫൗലൈക വമൻ ഖഫ്ഫത് മവാസീനുഹു ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും. അവർ അവരുടെ സ്വന്തം നഫ്സുകളെ നാശത്തിലാക്കി നശിച്ചവരാണ് അവർ. ഫീ ജഹന്നമ ഖാലിദൂൻ, കത്തിജ്വലിക്കുന്ന തീനാളങ്ങളിൽ അവർ ഒറ്റക്കായിരിക്കുന്നുണ്ടാവുക. ഈ നന്മകൾ സമ്പാദിക്കാനുള്ള കുറഞ്ഞ കാലങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കാണ് അല്ലാഹു ഇതൊന്നും അറിയുന്നില്ല, നമ്മളങ്ങനെ വെറുതെ വിട്ടേക്കാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. എന്താ നിങ്ങളെ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടതാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മളിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയുമില്ല എന്നൊക്കെയാണോ നിങ്ങളെ വിചാരം? അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു പറയാൻ, നിങ്ങൾ എന്നെ ഈ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ, രാവിനെയും പകലിനെയും സമുദ്രങ്ങളെയും കരകളെയും കടലിനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ എന്നെ നിങ്ങൾ മറന്ന് എന്റെ കൽപ്പനകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ച് ഫഅയ്ന തദ്ഹബൂൻ, എങ്ങോട്ടായി പോക്ക്? അല്ലാഹു അവന്റെ അടിമകളോട് നേരിട്ട് സംസാരിക്കാൻ, എങ്ങോട്ടായി പോക്ക്, എങ്ങോട്ടാ നിങ്ങൾ ഈ പോകുന്നത്? ഫഅയ്ന തദ്ഹബൂൻ, എങ്ങോട്ടായി പോക്ക് അല്ലാഹു ചോദിക്കാൻ. അല്ലാഹു അവന്റെ അടിമകളോട് ചോദിക്കാൻ, ഫഅയ്ന തദ്ഹബൂൻ, എങ്ങോട്ടാ പോകുന്നത്? അല്ലാഹു പറയണം, നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥലം ഞാൻ പറയാൻ പോകാൻ നല്ലത് ഫഫിറൂ ഇലല്ലാഹ്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിക്കോളിൻ. നിങ്ങൾ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും എല്ലാത്തിനെയും മറന്ന് ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടിക്കോളിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫറ എന്ന് പറഞ്ഞാൽ അവസ്ഥകൾ മറന്നോടുന്ന അവസ്ഥ. സുനാമിന്റെ അവസരത്തിൽ ആളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആ രീതിയിലായിരുന്നു. ഒരു കാലത്ത് മിനാട്ടന്റ് കത്തിയ സമയത്ത് ആ കാലത്ത് ഹജ്ജിന് പോയ ആളുകൾക്കറിയാം. ആ കൊല്ലം ആളുകൾ, എന്റെ ഒരു കൂട്ടുകാരൻ പോയിരുന്നു, ഉമ്മനെ പിടിച്ച് സാധനങ്ങളും കൊണ്ടോടി. ഓടി ഓടി രക്ഷപ്പെടാൻ പറ്റാതായപ്പോ സാധനം വിട്ടു, ഉമ്മയും കൂട്ടി ഓടി. അവസാനം ഉമ്മയും കൊണ്ട് ഓടിയിട്ടും തീ കത്തി വരികയാണ്. അത് കണ്ടപ്പം ഉമ്മയെയും വിട്ടിട്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി. ഈ ഓട്ടത്തിന്റെ പേരാണ് ഫറ എന്ന് പറഞ്ഞത്. അല്ലാഹു പറയാണ്, ഈ നിലയിൽ നിങ്ങൾ ഓടിക്കോളിൻ. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിക്കോളിൻ, അല്ലാഹുവിലേക്ക് ഓടിക്കോളിൻ. അല്ലാഹുവിലേക്ക് അടുക്കലല്ലാതെ രക്ഷയില്ല എന്ന് അല്ലാഹു പറയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ പറ്റി ആലോചിക്കുന്ന സഹോദരന്മാരെ, ഒരു കുറഞ്ഞ കാല ജീവിതം ഇതിന്റെ എല്ലാം റെക്കോർഡ് ചെയ്യാം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ പറയുന്നുണ്ട്. കുറെ സത്യം പറയും, കുറെ കളവ് പറയും. സത്യം ഏത് മലക്കെഴുതും? ഏത് മലക്കെഴുതും? റഖീബ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതും. കളവാണെങ്കിലോ അതീദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതും. ഇത് രണ്ടും അല്ലാത്ത വേറെ കുറെ ഉണ്ട് നമ്മളിൽ. എന്താണ്? തമാശ. നമ്മൾ തമാശ എന്ന് പറയും, പച്ചക്കളവ് പറയും. എന്നിട്ടും പറയാം അത് ഞാൻ തമാശക്ക് പറഞ്ഞത്. സഹോദരനെ ചീത്ത വിളിച്ചിട്ടാ തുടങ്ങലെന്നെ. എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ വളരെ സ്നേഹത്തിലാണ്. സാരം പറയും, ഇതേത് മലക്കെഴുതാ? ഇത് മലക്കെഴുതാ നടുക്കില്ല, ഇവിടെ ഉള്ള അല്ലേ? കഴുത്തുമ്മല് പെടലിയിൽ ഒരാൾ ഇരിക്കണ്ടോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടോ?
മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളുടെ വായിൽ നുരിയാടുന്ന വാക്കുകൾ ഒന്നെങ്കിൽ റഖീബിന്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ അതീദിന്റെ കയ്യിൽ. ഇതൊക്കെ നോക്കിയാൽ മതി. മനുഷ്യൻ മരിച്ച് ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ അല്ലാഹു കിതാബ് നൽകും. മനുഷ്യനെ പുനരുജ്ജീവനം നടത്തുമ്പോൾ മനുഷ്യൻ പറഞ്ഞു നോക്കും. മനുഷ്യരെല്ലാവരും കൂടി പറയും, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. മനുഷ്യർ ഒന്നായിട്ട് പറയും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ സുഖമായി ഉറങ്ങുകയായിരുന്നു, ഇതിൽ നിന്നും ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? അപ്പം പറയും, അവിടെ ഇങ്ങനെ നിർത്തണം എന്നാ, ഒരു സക്ത നിർത്തണം. എന്നുവെച്ചാൽ ഈ മനുഷ്യരുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാവും. ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. റഹ്മാനായ പടച്ചവൻ ഭൂമിയിൽ നിങ്ങളോട് ചെയ്ത വാഗ്ദാനമായിരുന്നില്ല ഇത് നിങ്ങളെ പുനർജീവിപ്പിക്കുമെന്ന്? വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ വന്ന് നിങ്ങളോട് സത്യവും പറഞ്ഞില്ലായിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കും. എന്നിട്ടോ മനുഷ്യന്റെ കയ്യിൽ ഈ കിതാബുകൾ എടുക്കും. നിന്റെ കയ്യിൽ ഈ കിതാബ് നീ തന്നെ പിടി, ഇത് നീ വായിച്ചു നോക്ക്, എന്നിട്ട് നീ തന്നെ തീരുമാനിക്കുന്നതിന്റെ കാര്യം, നീ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന്. അന്ന് ഞാൻ നിങ്ങളൊക്കെ ചെയ്ത സകല തിന്മകളും രാത്രിയുടെ ഇരുട്ടിൽ ഒരു മനുഷ്യരും അറിയാതെ ഇന്ന് വരെ ഭൂമിയിൽ ആരും അറിഞ്ഞിട്ടില്ല, ആ നിലയിൽ ചെയ്തു വെച്ച തിന്മകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒറ്റക്ക് ചെയ്തത്, ഒറ്റക്ക് നമ്മൾ രാത്രിയുടെ ഇരുളിനെ മുതലാക്കി ചെയ്ത തിന്മകൾ, പകലിന്റെ പ്രകാശത്തിൽ ചെയ്ത തിന്മകൾ, ഒറ്റക്ക് ചെയ്തത്, കൂട്ടമായി ചെയ്തത്, ചെറുതാണ് കരുതിയെന്ന് ചെയ്തത്, വലുതാണെന്ന് വിചാരിച്ച് ചെയ്തത് മുഴുവനുണ്ടാവും. മാ ലിഹാദൽ കിതാബ് മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു കിതാബാണ്. മാ ലിഹാദൽ കിതാബ്. മനുഷ്യൻ പറഞ്ഞു പോകും, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറിയ കാര്യം, ഒരു വലിയ കാര്യം ഒന്നും വിട്ടിട്ട് പോയില്ലല്ലോ. ഞാൻ ആ രാത്രിയിൽ ചെറിയതാണെന്ന് വിചാരിച്ച് ചെയ്തതായിരുന്നല്ലോ, എത്ര വലുതാണിത്, ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഇതെന്തൊരു കിതാബാണ് എന്ന് മനുഷ്യൻ പറയുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കും. അതുകൊണ്ട് വ്യക്തമായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നമ്മൾ നന്നാക്കണം. ഒരു താൽക്കാലികമായ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് ഇത്. കുറേ ഉണ്ടെന്ന് നമുക്ക് തോന്നാണ്, കുറേ ഉള്ളൊരു ജീവിതമാണെന്ന് നമുക്ക് തോന്നാണ്. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം. കൻ ലബിസ്ത ഖാലു ലബിസ്തു യൗമൻ ഔ ബഅദ യൗം. എത്ര ജീവിച്ചു എന്ന് ചോദിച്ചാൽ പറയും, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ദിവസം മാത്രമേ, കുറച്ച് സമയം മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും മനുഷ്യൻ. ഇതിനെ പറ്റിയാണ് നമ്മൾ എന്തോ ആണെന്ന് വിചാരിക്കുന്നത്. സഹോദരന്മാരെ, ദുനിയാവ് നമ്മളെ വഞ്ചിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ തിരക്കുകൾ തീരുന്നില്ല, നമ്മൾ വലിയ തിരക്കിലാണ്. എല്ലാവർക്കും ഇതൊക്കെ സംഭവം സത്യം തന്നെയാണ്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോവാൻ സഹോദരന്മാരെ. ഈ പോക്ക് ഏത് വരെ ഉണ്ടാവും? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മനുഷ്യനെ ഭൗതികമായ വസ്തുക്കളുടെ പെരുമ നടിക്കൽ അശ്രദ്ധയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഏതുവരെ ഈ അശ്രദ്ധ തുടരും? ഹത്താ സുർതുമുൽ മഖാബിർ. ഖബർസ്ഥാൻ സന്ദർശിക്കുന്നവരെ. ഖബറിലെത്തിക്കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീർന്നു. പക്ഷെ വലിയ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓടുകയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഒരു നായ രാത്രി വല്ലാതെ ദാഹിച്ചപ്പോ ഓടാൻ തുടങ്ങിയതാണ്. ഓടി ഓടി രാത്രിയിൽ വെള്ളം അന്വേഷിച്ച് ഓടുകയാണ് നായ. ഓടി ഓടി അവസാനം നമ്മളെ യുപിയിലേക്കോ മറ്റൊക്കെ പോകുമ്പോൾ കാണാം വിശാലമായ മൈതാനം, വയലുകൾ, കണ്ണെത്താ ദൂരത്തുള്ള വയലുകൾ. ട്രെയിനിലൊക്കെ ഒന്ന് നോക്കിയാൽ കാണാം
കാണൂല. കടല് പോലെ കിടക്കുന്ന വയലുകൾ, തണലില്ലാത്ത വിശാലമായി കിടക്കുന്ന വയലുകൾ, കൃഷിയിടങ്ങൾ. ഈ വയലിലാണ് ഈ നായ വന്ന് ചാടിയത്. നേരം വെളുത്തു, സമയം ഇങ്ങനെ വെയിലിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്ന നായ ഇങ്ങനെ ഓടുകയുണ്ട്. ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ശക്തമായ വെയിൽ വയലിൽ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ നായ കൊണ്ട് ഒന്നാമതേ ദാഹിച്ചിട്ട് ഓടുകയാണ്. അതിന്റെ പിന്നാലെ ശക്തമായ ഈ ചൂടും. ഈ ചൂടത്ത് അവസാനം നായ നോക്കുമ്പോൾ ഒരു തണൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കിടക്കാമായിരുന്നു എന്നുള്ള നിലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഓടി ഓടി തളർന്ന ഈ നായ ഒരു വലിയ കാളവണ്ടി, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന വലിയ ചക്കരകളെ ആ കാളവണ്ടി ആ വയലിൽ നിർത്തിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ആളുകൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഗോതമ്പും അതിന്റെ പുല്ലും ഗോതമ്പുകളൊക്കെ ചാക്കിലാക്കി കൃഷിയിടങ്ങളിൽ നിന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ നായ ഈ വലിയ ടയറുള്ള ഈ വണ്ടിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കിടന്നു. നല്ല തണൽ. രാവിലെ മുതൽ ഓടി കതച്ച് ക്ഷീണിച്ച് അവസ്ഥയിലെത്തിയ ഈ നായ സ്വസ്ഥമായി ഉറങ്ങി. കുറെ സമയം ഉറങ്ങി. അവസാനം ലോഡെല്ലാം കയറ്റി ഗോതമ്പെല്ലാം കയറ്റി തയ്യാറാക്കിയതിനു ശേഷം ഈ കാളയെ കൊണ്ടുവന്ന് 2 കാളയും ചേർത്ത് കെട്ടി വണ്ടിക്കാരൻ അതിന്റെ മുകളിൽ കയറി പതുക്കെ വണ്ടി ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി. വണ്ടി ഇങ്ങനെ ഇളക്കുമ്പം കുറച്ചങ്ങോട്ട് ഇളകിയപ്പം ഈ നായന്റെ കാലിന്റെ ഭാഗത്ത് വെയിൽ കൊള്ളാൻ തുടങ്ങി. നായ പെട്ടെന്ന് ഉണർന്നു. വെയില് കാലിൽ തട്ടിയപ്പോൾ നായ പുറത്തേക്ക് നോക്കുമ്പം ശക്തമായ നിലയിലുള്ള ചൂടാണ്, വെയിലാണ് കാണുന്നത്. അതുകൊണ്ട് നായ പതുക്കൊന്ന് കയറി കിടന്നു ഈ തണലിലേക്ക് തന്നെ, വണ്ടിന്റെ അടിയിലേക്ക്. കുറച്ചുകൂടി കഴിഞ്ഞപ്പം വണ്ടി ഒന്നുകൂടി ഉരുളാൻ തുടങ്ങി. അപ്പൊ നായ കുറച്ചുകൂടി ഇങ്ങനെ കയറി കിടക്കാൻ തുടങ്ങി. പിന്നെ കാളവണ്ടിക്കാരൻ കയറി പതുക്കെ കാളൻ അങ്ങനെ ഓടിച്ചു വരണം. പെട്ടെന്ന് സ്പീഡ് കൂടുതലല്ലോ, കുറേശ്ശെ ഇങ്ങനെ കൂടുകയാണ്. അതിനനുസരിച്ച് നായ കിടന്നിട്ട് ഇങ്ങനെ ഇതിന്റെ തണലിലേക്ക് തന്നെ എഴഞ്ഞിങ്ങനെ പോവാണ്. വണ്ടി കുറച്ച് സ്പീഡ് കൂടിയപ്പോ നായ എഴുന്നേറ്റ് നിന്നു, വണ്ടിന്റെ അടിയിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പതുക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കാളക്കനുസരിച്ച്. വണ്ടി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പീഡ് കൂടാൻ തുടങ്ങി. അതിനനുസരിച്ച് നായയും സ്പീഡ് കൂട്ടാൻ തുടങ്ങി. വണ്ടിന്റെ അടിയിൽ കിടന്നിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ, തണല് നഷ്ടപ്പെടാതിരിക്കാൻ ഇതിന്റെ പിന്നാലെ ഓടി. കുറെ ഓടി അവസാനം വണ്ടി നല്ല സ്പീഡിലായി. നായ ഓടി തളർന്നു. ഈ നായ ഓടുന്നതിന്റെ ഇടയിൽ 2 ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. വലിയ 2 ചക്രങ്ങൾ കറങ്ങുന്നുണ്ട്. മുകളിലേക്ക് നോക്കി വലിയ വലിയ ചാക്കിന്റെ കെട്ടുകൾ കാണുന്നുണ്ട്. ഈ നായ വിചാരിച്ചു പോയി, എന്റെ ഓട്ടത്തിന്റെ പേരിലാണ് ഈ 2 ചക്രങ്ങളും കറങ്ങുന്നത്. എന്റെ ഓട്ടത്തിന്റെ പേരിലാണ്. ഞാനെങ്ങാനും നിന്നാൽ ഈ വണ്ടി നിൽക്കും, ആകെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നായ ഓടുകയാണ്. നായ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ഓടുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് പുള്ളി നിന്നു. അവസാനം നായ തളർന്നു വീണിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പം 2 ചക്രവും ഈ വണ്ടിയൊക്കെ ഇങ്ങനെ നായ വീണാൽ അവിടെ നിൽക്കൂല, വണ്ടി നിൽക്കോ? വണ്ടിയും ഈ സാധനങ്ങളായിട്ട് ഇങ്ങനെ പോവാണ്. ഈ കിടത്തത്തിൽ ഈ നായ ഇങ്ങനെ ആലോചിക്കാൻ, ഞാൻ അല്ലായിരുന്നല്ലോ ഈ വണ്ടിയെ ഓട്ടിയിരുന്നത്, ഇത് സ്വന്തമായി ഓടുന്നതാണ്. ഞാൻ ഇതിന്റെ പിന്നാലെ വെറുതെ ഓടി അവസാനം എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണല്ലോ എന്ന് നായ കിടന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ. സാരമല്ല, ഇതേ അവസ്ഥയിലാണ് ഈ കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളും. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് നമ്മളാണെന്നുള്ള അർത്ഥത്തിൽ രാവിലെ മുതൽ എഴുന്നേറ്റ് രാത്രി വരെ ഓടും. അവസാനം ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും, പിന്നെയും ഓടും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും അസുഖമോ മറ്റൊക്കെ ആയി ഹോസ്പിറ്റലുകളിലാവുമ്പം ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കാണ്, ഇപ്പോഴും കട നടക്കുന്നുണ്ട്, ഭാര്യയും കുട്ടികളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാ ഏർപ്പാടുകളും നടക്കുന്നുണ്ട്. അപ്പൊ ആ മനുഷ്യൻ മനസ്സിലാവും, ഞാനല്ല ഈ ഭാര്യനെയും കുട്ടികളെയും വീടും ഒന്നും നോക്കിയത്, എത്രത്തോളം എന്റെ കാര്യം വരെ ഞാനല്ല നോക്കിയത് എന്ന് മനസ്സിലാവും. ഇതേ അവസ്ഥയിലുള്ള ഓട്ടത്തിലാണ് ഞാൻ നിങ്ങളുള്ളത്. അതുകൊണ്ട് സാർമാരെ ഒന്ന് കണ്ണ് തുറക്കി, അവരവരുടെ ആഖിറത്തിന്റെ ജീവിതം, മരണം എപ്പോൾ വരും ആർക്കും അറിയുകയില്ല മരണം എപ്പോൾ വരുമെന്ന്. ഏത് സമയത്താണ് മരിക്കുക ആർക്കും അറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബ് ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക അതും ആർക്കും അറിയില്ല.
എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. വാപ്പണ്ട്, എളാപ്പണ്ട്, മൂത്താപ്പണ്ട്, എളാമുണ്ട്, വല്യമ്മണ്ട്, അവരൊക്കെ മരിച്ചതിന് ശേഷമാണ് ആര് ഞാൻ. എപ്പോഴാ മരിക്കാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് പറയാൻ പറ്റൂല, ഇപ്പം തന്നെ മരിക്കും, ഞാൻ ഇവിടുന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റൂല എന്നൊക്കെ പറയും. എന്തിന്റെ വാക്കുകളാണ്? അതൊക്കെ അവരുടെ നാവിന്റെ വാക്കുകൾ മാത്രമാണ്. എന്തിന്റെ വാക്കല്ല? ഹൃദയത്തിന്റെ വാക്കുകളല്ല. ഹൃദയം എപ്പോഴും പറഞ്ഞത് എന്താണ്? മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതേപോലെ തന്നെ ഉറപ്പാണ് ഇപ്പോഴൊന്നും മരിക്കൂല. തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കാൻ. സാർമാരെ, നമ്മളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ മരണത്തിന്റെ അവസ്ഥകൾ കേൾക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മരണത്തിന്റെ അവസ്ഥകൾ കേൾക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മളൊരു ജനാസയുടെ മുകളിൽ ഒരു ജനാസ നമസ്കരിച്ചിട്ട് വരാൻ, ഭൂമിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അള്ളാഹു അവർക്ക് മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ ഖബറിനെ അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ. ഈ ഖബർസ്ഥാനിലെ മുഴുവൻ ഖബറാളികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഓരോ മനുഷ്യന്റെ അവസ്ഥ. ആ സ്ത്രീയുടെ അധ്യായം തീർന്നു. അവരേറ്റവും അടുത്ത ബന്ധുക്കൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞ് മണ്ണ് വാരിട്ട് എല്ലാവരും പോയി. ഇനി ആ സ്ത്രീയുടെ ഖബറിന്റെ ജീവിതത്തിന്റെ തുടക്കമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ജനാസയുടെ മുകളിൽ മണ്ണ് വാരിയിട്ട് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ അവരുടെ മടങ്ങിപ്പോകുന്നവരുടെ ചെരുപ്പടി ശബ്ദം ഈ മയ്യത്ത് കേട്ടുകൊണ്ടിരിക്കെ അവരുടെ ഖബറിൽ മലക്കുകൾ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരും. ചില ഖബറിന്റെ അടുക്കലൊക്കെ ഇരുന്നിട്ട് ഏതെങ്കിലും ആലിമ്യങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന കേൾക്കാറുണ്ട് നമ്മൾ. ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അലീമാനിൽ ആയിലാൻ അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ വഅയ്ഖലാക വഅജ്ലസാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമൻ ഇഖ്വാനുക. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. എന്നുവെച്ചാൽ നീലക്കണ്ണന്മാരായ പേടി തോന്നുന്ന നിലയിലുള്ള ആ രണ്ട് മലക്കുകൾ വരും. അവർ നിന്നെ ഈ കഫൻ തുണികളിൽ നിന്നും എഴുന്നേൽപ്പിച്ചിരുത്തും. വഅയ്ഖലാക, നിന്നെ ഉണർത്തും. വഅജ്ലസാക, നിന്നെ ഇരുത്തും. വസഅലാക, അവർ രണ്ടുപേരും നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് തുടങ്ങി. സഹോദരന്മാർ, ആ സ്ത്രീ ഈ പറയുന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കണം. തുടങ്ങി ജീവിതം. എന്നെയും നിങ്ങളെയും ഉറ്റവരുടേവർ മണ്ണ് വാരിട്ട് തിരിച്ചു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത്ത് ചൊല്ലിൻ. اللهم ثبته عند السؤال اللهم ألهمهم الجواب اللهم جاف القبر عن جنبي اللهم اغفر له وارحمه اللهم آمنه من كل الفزع. ഉറ്റവരുടെ ഇങ്ങനെ ചെല്ലുന്നുണ്ടാവും. പടച്ചവനെ, നീ ചോദ്യം ചോദിക്കുന്ന സമയം നീ ഉറപ്പിച്ചു നിർത്തണേ പടച്ചവനെ. അല്ലാഹുമ്മ അൽഹിംഹുമുൽ ജവാബ്, ചോദ്യത്തിന് യഥാർത്ഥ ഉത്തരം നീ തോന്നിപ്പിച്ചു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, ഞങ്ങൾക്ക് പോലും ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ഈ ഇടുങ്ങിയ ഖബറിലാണ് ഞങ്ങളെ സഹോദരനെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സഹോദരിയെ വെച്ചിരിക്കുന്നത്. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, രണ്ട് ഭാഗത്തുനിന്നും ഖബറിനെ നീ അകറ്റണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. വർഹംഹു, ഈ മയ്യത്തിനോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, ഭയാനകരമായ വേദനാജനകമായ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നീ നിർഭയത്വം നൽകണേ പടച്ചവനെ എന്ന് നമ്മൾ വെളിയിൽ നിന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, എത്ര നേരം ചോദിക്കണം? ഒരൊട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം ഓഹരി ചെയ്ത് തീരുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ ഖബറിന്റെ അടുക്കൽ നിൽക്കണം. നമുക്കറിയാം, ഒരു ആടർത്തിട്ട് അതിന്റെ മാംസമൊക്കെ ഏർപ്പാടാക്കി കൊടുത്തേക്കണേ എത്ര സമയം വേണം? സാറന്മാരെ, ഈ ഒട്ടകത്തിന് എത്ര സമയം വേണ്ടി വരും? അത്ര സമയം ഞാനും നിങ്ങൾ നിൽക്കുന്നുണ്ടോ? നമുക്ക് സമയമില്ല. വേഗം മണ്ണിന്റെ അടിയിലാക്കി പെട്ടെന്ന് മണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചു പോവാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഖബറിന്റെ കാലാകാല ജീവിതത്തിന്റെ തുടക്കമായി. വെള്ളിയാഴ്ച ദിവസം നമ്മൾ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തും പരിചയക്കാരനുമായ ഒരാളുടെ മകൻ, നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും,
വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. 10-24 വയസ്സായിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ച് മുമ്പ് അവരെ വീട്ടിൽ പോയിരുന്നു, ഞാനും കുറച്ചാളുകളും. അപ്പൊ ചായ കൊണ്ടുവന്ന ഈ പയ്യനാണ്. 10-24 വയസ്സായ ചെറുപ്പക്കാരൻ. വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് കടയിലേക്ക് ഇറങ്ങിയതാണ്. സാധാരണ പോവാറുള്ള കട കോട്ടക്കല അങ്ങാടിയിലുള്ള ചങ്കുവട്ടിയിലുള്ള ഒരു കടയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് എതിരെ വന്ന ഒരു ലോറി ഇടിച്ച് അപ്പം തന്നെ ആളുകൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ആ സഹോദരൻ മരിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച. അള്ളാഹു ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാവട്ടെ, ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് ക്ഷമ നൽകുമാറാവട്ടെ. ഇതിനേക്കാളും ഖൈറായത് അവർക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, രാവിലെ ആരോഗ്യത്തോടു കൂടി കടയിലേക്ക് പോയ ചെറുപ്പക്കാരൻ അന്ന് വൈകുന്നേരം ഏകദേശം 6 മണിയായപ്പോഴേക്കും ഖബറിന്റെ ഉള്ളിലെത്തി. 24 വയസ്സായിട്ടുള്ളൂ. വാപ്പക്ക് 2 ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. 24 വയസ്സായ മകൻ ചിന്തിച്ചിട്ടുണ്ടാവാം, എന്റെ വാപ്പക്കിന്റെ ശേഷമായിരിക്കും, എന്റെ വാപ്പന്റെ ശേഷമായിരിക്കും ഞാൻ ഖബർ കാണുക. പക്ഷെ ആ പാവപ്പെട്ട വാപ്പ ഈ മകന്റെ ഏറ്റവും മൂത്ത മകൻ ഈ ചെറുപ്പക്കാരന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടുണ്ട്. സാർമാരെ, മരണം ഏത് സമയത്ത് ആർക്കാണ് എപ്പോഴാണ് സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. നമ്മളൊക്കെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കാൻ. നമ്മളെ ജീവിതത്തിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കി. ഈ മരണം ഒരു ദിവസം നമ്മളെയും തേടിയെത്തും. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുസയ്യദ. സുശക്തമായ കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ അഭയം തേടിയതെങ്കിലും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ICUവിലാണുള്ളത്, എന്നാലും അവിടെയും വരും. ആളുകളെ കടത്തിവിടൂല, ഒരു കലിമ ചെല്ലാൻ അനുവദിക്കൂല ജനങ്ങൾ. പക്ഷെ എന്നാലും അവിടെ ആര് വരും? ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്കൊക്കെ വരാനുള്ളതാണ് ആ മരണം. ആ മരണത്തിനെ പറ്റി സ്വന്തമായി ആലോചിക്കും. ഇന്ന് ആരൊക്കെ മുകളിൽ മണ്ണ് വാരിയിട്ടു, ഇന്ന് ആരൊക്കെ ജനാദ നമ്മൾ നമസ്കരിച്ചു. ഇനി ഒരു ദിവസം നമ്മളെ ജനാദ ഇതേപോലെ നമസ്കരിക്കും. പള്ളിയിൽ നമ്മളോട് ഉണർത്തപ്പെട്ടു, ഇതുപോലെ ഒരു ദിവസം മയ്യത്തിനെ ജനാസക്ക് മുന്നിൽ, നിങ്ങളുടെ ജനാസക്ക് മുന്നിൽ ഉളു എടുത്തവർ കഴിഞ്ഞോ എന്ന് ശബ്ദിച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ നിന്നു, നാളെ നമ്മളെ മുന്നിലും ആളുകൾ വന്ന് നിൽക്കും. സർമര അവസ്ഥയെപ്പറ്റി ആലോചിക്കാൻ. എന്നാണ് ഇത് സംഭവിക്കാൻ? നമ്മൾ ഈ മരണത്തിനെ അകന്ന് കാണുകയാണ്. അല്ല, മരണം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെ മരണത്തെപ്പറ്റി സ്വന്തമായി ആലോചിക്കാൻ. മരിച്ചാൽ എന്ത് സംഭവിക്കും? മരിക്കുന്നതിന് മുമ്പൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മളെ ഏറ്റവും അടുത്തവർ എല്ലാവർക്കും വിവരം അറിയിക്കപ്പെടും. നമ്മുടെ ബന്ധങ്ങളനുസരിച്ച് ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങും, വീടുകൾ നിറയും. നമ്മൾ ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നമ്മളെ ഒരു ബെഞ്ചിൽ കിടത്തിയിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ ഒരു വെള്ള തുണിയിട്ടിട്ടുണ്ടാവും. കുടുംബങ്ങൾ, ബന്ധങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും ഇങ്ങനെ കരയുന്നുണ്ടാവും. ഏറ്റവും സ്നേഹമുള്ളവർ കരച്ചിൽ കൂടിയിട്ടുണ്ടാവും. ഭാര്യ കരഞ്ഞ് ബോധം കെട്ട് വീണിട്ടുണ്ടാവാം. മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ആരുടെയും കരച്ചിൽ നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുകയില്ല. ആരെങ്കിലും ഒരാൾ സ്റ്റൂളും ഇട്ട് ആ മയ്യത്തിന്റെ തലഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് വരുന്നവർക്കൊക്കെ വേണ്ടി അയാൾ ഇങ്ങനെ ഈ തുണി ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ടാവും. താടി തമ്മിൽ കൂട്ടിക്കെട്ടി കണ്ണൊക്കെ തിരുമ്മി അടിച്ച നമ്മൾ അന്ന് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ അവരൊക്കെ ഇങ്ങനെ അയവിറക്കുന്നുണ്ടാവും. പടച്ചോൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതായിരുന്നല്ലോ, അങ്ങനത്തെ ആളായിരുന്നല്ലോ, ഇങ്ങനത്തെ ആളായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഒക്കെ ഓരോ മരത്തിന്റെയും പ്ലാവിന്റെയും ഒക്കെ ചോട്ടിൽ ഇങ്ങനെ നിന്നിട്ട് സങ്കടം അടക്ക വയ്യാതെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്നുണ്ടാവും ആളുകൾക്ക്. കുറെ കഴിഞ്ഞാൽ ആളുകൾ പറയുമ്പോൾ ഒരു 11 മണിയാകുമ്പോൾ മയ്യത്തെടുക്കാം, അല്ലെങ്കിൽ കുളിപ്പിക്കാനെടുക്കാം. അപ്പോഴേക്കും വെള്ളം ചൂടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. കുളിക്കാനുള്ള മറ കെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വീടിന്റെ അകത്താണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഈ മയ്യത്തിനെയുമായി ആളുകൾ കുളിപ്പുരയിലേക്ക് പോകും, അവിടുന്ന് കുളിപ്പിക്കും. ഇതുവരെ നമ്മൾ നമ്മുടെ ശരീരം മറ്റുള്ളവർ കാണരുത് എന്ന നിലയിൽ ഒറ്റയ്ക്ക് കുളിച്ചവരാണ്. അന്ന് ആരാണോ നമ്മളെ കുളിപ്പിക്കുന്നവർ
നമ്മളെ മുകളിൽ വെള്ളമൊഴിക്കുന്നത് ആരാണെന്ന് പടച്ചവന് മാത്രമേ അറിയൂ. അവർ നമ്മളെ മുകളിൽ വെള്ളമൊഴിക്കും. അവർ കൈകളിൽ തുണിക്കഷ്ണങ്ങൾ ചുറ്റി നമ്മളെ ശരീരം മുഴുവനും സോപ്പിട്ട് കഴുകും. നമ്മളെ തിരിച്ചും മലർത്തിയും കിടത്തി അവർ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചു. ആ സമയത്ത് കഫൻ തുണികൾ തയ്യാറാക്കി വെക്കുന്നുണ്ടാവും. 3 നാടകളുടെ മുകളിൽ തുണി വിരിച്ചു വെച്ചിട്ടുണ്ട്. മയ്യത്തിനെ തുടച്ച് വൃത്തിയാക്കി അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അവരൊരു തുണി കൊണ്ട് അങ്ങോട്ട് പൊതിയും, വേറൊരു തുണി കൊണ്ട് ഇങ്ങോട്ട് പൊതിയും. ഇങ്ങനെ ഈ മനുഷ്യനെ ഭദ്രമായ നിലയിൽ വെള്ള വസ്ത്രം കൊണ്ട് പാക്ക് ചെയ്തു. കാലിന്റെ ഭാഗം നന്നായി കെട്ടി, മധ്യഭാഗം കെട്ടി, മുഖത്തും കണ്ണിലുമെല്ലാം പഞ്ഞി വെച്ച് ഈ മയ്യത്തിനെ മൂടി കെട്ടുന്ന സമയത്ത് ഓടി വന്നൊരാൾ പറയുന്നുണ്ട്, ഇന്നയാൾ വന്നിട്ടുണ്ടെന്ന്. വിവരമറിയാൻ താമസിച്ച നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാവം നമ്മളെ ഒരു നോക്ക് കാണണം എന്നുള്ള നിലയിൽ ഓടിക്കരച്ചു വന്നതാണ്. വീണ്ടും അയാൾക്ക് വേണ്ടി കെട്ടഴിച്ച് നമ്മുടെ പഞ്ഞി മുഖത്തു നിന്ന് നീക്കി നമ്മളാ മനുഷ്യൻ സങ്കടത്തോടു കൂടി നോക്കി വീണ്ടും കെട്ടി. ഇന്ന് നമ്മുടെ പ്ലാനുകൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനൊത്ത കളറുകൾ അടിച്ച് നമുക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ നിർഭയത്വത്തോടു കൂടി നമ്മൾ കയറി വരുന്ന നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മൾ ആ വീട്ടിൽ നിന്ന് നമ്മുടെ ജനാസയുടെ കട്ടിലിൽ എടുത്തു വെച്ച് ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾ നമ്മുടെ മയ്യത്തിന്റെ കട്ടിൽ പിടിക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്നു. എങ്ങനെയെങ്കിലും ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവട്ടെ എന്ന നിലയിലല്ല. ഈ മരിച്ച എന്റെ സഹോദരനോട് ഭൂമിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം ഈ മയ്യത്തിന്റെ കട്ടിലിൽ ഒന്ന് കൈവെക്കലാണ് എന്നുള്ള നിലയിൽ എല്ലാവരും കൈവച്ചു. നമ്മൾ ഇന്ന് വരെ സ്വസ്ഥമായ നിലയിൽ സമാധാനത്തോടെ കയറി വന്ന ആ വീട്ടിൽ നിന്ന് നമ്മളെ പടിയിറക്കി കൊണ്ടുപോവാൻ ആളുകൾ. പിന്നെ ഒരിക്കലും നമ്മളെ വീടുകളിലേക്ക് നമ്മൾ തിരിച്ചു വരില്ല. മയ്യത്തിന്റെ കട്ടിലിൽ കൊണ്ടുപോകുന്ന അടക്കി പിടിച്ചിരുന്ന കരച്ചിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, പടച്ചവനെ ഈ മനുഷ്യൻ എന്റെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പോയല്ലോ എന്ന നിലയിൽ ഭാര്യ വീട്ടിനുള്ളിൽ നിന്ന് മുങ്ങി പൊട്ടാൻ തുടങ്ങി. സ്ത്രീകൾ വീട്ടിനുള്ളിൽ നിന്ന് കരയാൻ തുടങ്ങി. കണ്ണീരോട് കൂടി ആളുകൾ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇതുപോലെ പള്ളിയിൽ കൊണ്ടുവച്ചു. ഉളുവെടുത്ത് വരുന്നവർക്ക് വേണ്ടി നമ്മളെ കാത്തുനിന്നു. അവസാനം ആരെങ്കിലും ഒരാൾ നമുക്ക് വേണ്ടി ജനാസ നമസ്കരിക്കും എന്ന് പറഞ്ഞ് ഉറ്റവർ ഉടയവർ അവസാനമായി മണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചുപോയി. അതിനുശേഷം നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമായി നമ്മളെ ആരും സഹായിക്കാനില്ലാത്ത ജീവിതം അന്ന് മുതൽ തുടങ്ങി. ഈ പറയുന്ന ജീവിതം, നമ്മുടെ അമലുകൾ, അതിന്റെ പ്രയോജനം അന്ന് നമുക്ക് മനസ്സിലാവും ഈ ജീവിതം എന്താണെന്ന്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പിന്നെ നമുക്ക് അവസരമില്ല. അന്ന് നമുക്ക് മനസ്സിലാവും ഈ ജീവിതം എന്താണെന്ന്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പിന്നെ നമുക്ക് അവസരമില്ല. സാറുമാരെ, അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. മരിച്ച ഞാൻ
10,000 രൂപയുമായിട്ടാണ് മരിച്ചത്. എന്റെ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ആ പൈസ എടുത്ത് എന്റെ ഏറ്റവും അടുത്ത ബന്ധു എന്റെ മകന്റെ കയ്യിലോ മറ്റോ ആരെങ്കിലും കയ്യിൽ അത് ഏൽപ്പിക്കും. ജനാസ നമസ്കാരം കഴിഞ്ഞ് മണ്ണ് വാരിയിട്ടതിന് ശേഷം പള്ളിയിലേക്ക് വേണ്ടി മകൻ ഈ 10,000 രൂപയിൽ നിന്ന് 5,000 രൂപ സദഖയായി നൽകി. അള്ളാഹു ആ സദഖ ആരുടെ കിതാബിൽ എഴുതും സഹോദരന്മാരെ? ആരുടെ കിതാബിൽ എഴുതും? ആരുടെ കിതാബിൽ എഴുതും? ആ മകന്റെ കിതാബിൽ എഴുതും. മകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ 5,000 രൂപ ചെലവഴിച്ചതായിട്ട് എഴുതും. വാപ്പയ്ക്ക് വേണ്ടി ചെലവഴിച്ചതായതിന്റെ പേരിൽ അതിന്റെ പ്രതിഫലം വാപ്പയ്ക്ക് നൽകും. സമ്പാദിച്ച ആളാരാണ് സഹോദരന്മാരെ? സമ്പാദിച്ച ആളാരാണ് സഹോദരന്മാരെ? മരിക്കുന്നത് വരെ അത് പോക്കറ്റിലിട്ട് സൂക്ഷിച്ചത് ആരാണ് സഹോദരന്മാരെ? പക്ഷേ ആ റൂഹ് പോയതിനു ശേഷം നൽകപ്പെട്ട 5,000 രൂപ ആ മകന്റെ കിതാബിൽ അള്ളാഹു എഴുതും. സഹോദരന്മാരെ, ഞാനും നിങ്ങളും എന്റേതാണെന്ന് കരുതി സമ്പാദിക്കുന്നതെല്ലാം മരണത്തോടു കൂടി മറ്റുള്ള ആളുകളിലേക്ക് പോവാൻ, പിന്നെ അവർ ചെയ്യുന്ന നന്മ അവരുടെ കിതാബിൽ എഴുതും, പിന്നെയാണ് നമ്മുടെ കിതാബിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, എന്നെ വിശ്വസിച്ചവരെ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങൾ ചെലവഴിച്ചോളിൻ എന്ന് അള്ളാഹു പറയാം. സഹോദരന്മാരെ, ഈ ജീവിതത്തിനെ പറ്റി ആലോചിക്കും. എത്രയോ ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്. അവരവരുടെ ജീവിതത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട്, മരണത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാണ് സഹോദരന്മാർ. നമ്മൾ സ്വസ്ഥമായി ജീവിക്കാണ്. നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് സ്വന്തം ആ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിലേക്ക് വേണ്ടി നന്മകൾ സമ്പാദിക്കാനുള്ള കുറഞ്ഞ കാലയളവാണ് ഈ ഭൂമിയിലെ ഈ ജീവിതം. കുറഞ്ഞ കാലയളവ്. അവിടെ നന്മകൾ ചെയ്താൽ കാലാകാല ജീവിതത്തിൽ സുഖമായിരിക്കും. നേരെ മറിച്ച് തിന്മകളാണെങ്കിൽ നഫ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഭൂമിയിൽ ജീവിച്ചതെങ്കിൽ ഖബർ മുതൽ തുടങ്ങുന്ന കാലാകാല ജീവിതത്തിൽ നഷ്ടവും പരാജയവുമായിരിക്കും. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നന്മകൾ സമ്പാദിക്കാൻ ആരും സഹായിക്കാനില്ലാത്ത ദിവസം നമുക്ക് വരാനുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത ദിവസം. അതുകൊണ്ട് സ്വന്തം ആഖിറത്തിലേക്ക് വേണ്ടി നന്മകൾ സമ്പാദിക്കാനുള്ള ഈ തിരക്കിനിടയിൽ നിന്ന് കിട്ടുന്ന ഒരു സമയമാണിത്. അല്ലാഹു തആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യബ്ന ആദം തഫറഗ് ലിഇബാദതി അംലൗ സദ്റക ബിൽ ഗിനാ വഅസുദ് ഫഖറ വഇല്ലാ തഫഅൽ മലഅതു യദൈക മസ്ഊലൻ വലാ അസുദ് ഫഖറ. ആദമിന്റെ മകനെ, എന്റെ ഇബാദത്തിന് വേണ്ടി നീ കുറച്ചൊന്ന് ഒഴിവാവ്. അംലൗ സദ്റക ബിൽ ഗിനാ, നിന്റെ ഹൃദയത്തെ ധന്യത കൊണ്ട് സമാധാനം കൊണ്ട് ഞാൻ നിറച്ചു തരാം. വഅസുദ് ഫഖറ, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ പരിഹരിച്ചു തരാം. വഇല്ലാ തഫഅൽ, ഇനി എന്റെ ഇബാദത്തിനായി ഒഴിവാവാൻ എനിക്ക് സമയമില്ലെങ്കിൽ മലഅതു യദൈക മസ്ഊല, നിന്റെ 2 കൈകളും ജോലികളെ കൊണ്ട് ഞാൻ നിറക്കും. വലാ അസുദ് ഫഖറ, നിന്റെ ദാരിദ്ര്യത്തെ പരിഹരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറയുന്നതായി നമ്മൾ അറിയിക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ഒഴിവാകുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒഴിവാക്കി എടുക്കുന്നുണ്ട്. നമസ്കാരത്തിന് വേണ്ടി 10 മിനിറ്റോ 15 മിനിറ്റോ ജോലി തിരക്കിന്റെ ഇടയിൽ നിന്ന് ഒഴിവാക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒഴിവാക്കിയെടുക്കൽ അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ല. ഹൗലിൽ കൈയിടുന്നുണ്ട്, ഉളു എടുക്കുന്നുണ്ട്, നമ്മളറിയില്ല നമ്മൾ എന്താ എടുക്കുന്നതെന്ന്. അറിയണ്ടോ? ഉളു ഓട്ടോമാറ്റിക് ആവാണ്. പള്ളിയിൽ വന്ന് ഇമാമിന്റെ കൂടെ നമസ്കരിക്കാൻ ഇമാം ഒരു കൂഴ് പോകുമ്പോൾ നമ്മൾ പോകുന്നുണ്ട്, ഇമാം സുജൂദിൽ പോകുന്ന നമ്മൾ പോകുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ ഹൃദയം ദുനിയാവിന്റെ വസ്തുക്കളിൽ നിന്നും ഈ 5 മിനിറ്റോ 10 മിനിറ്റോ സമയം പോലും ഒഴിവാവാത്ത നിലയിൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. സുജൂദിൽ തലവെക്കുന്നുണ്ട്, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം അപ്പോഴും ദുനിയാവിന്റെ വസ്തുക്കളിലാണ്. അള്ളാഹു പറയുന്നത്, എന്റെ ഇബാദത്തിനായി നീ കുറഞ്ഞ സമയം ഒഴിവാക്കിയെടുക്ക്. നീ ദുനിയാവിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിവാവ്. എന്നിട്ട് എന്റെ ഇബാദത്തിന് വേണ്ടി നീ ഒഴിവായാൽ നിന്റെ ഹൃദയത്തെ ധന്യത കൊണ്ട് സമാധാനം കൊണ്ട് ഞാൻ നിറച്ചു തരാം. നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ പരിഹരിച്ചു തരാം. അതല്ല, നിനക്ക് ഇനി അതിന് ഒഴിവില്ലെങ്കിൽ, നിന്റെ തിരക്കുകളാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ, നീ ഏതായാലും തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മലഅതു യദൈക മസ്ഊല, നിന്റെ 2 കൈയിൽ ജോലികളെ കൊണ്ട് ഞാൻ നിറക്കും. ഏതായാലും നീ ജോലി ചെയ്യാൻ തീരുമാനിച്ചു, ഞാൻ അങ്ങോട്ട് ഫുള്ള് ചെയ്തോ എന്ന് പറഞ്ഞ അല്ലാഹു ഏൽപ്പിക്കും. വലാ അസുദ് ഫഖറ, നിന്റെ ദാരിദ്ര്യം തീരാൻ വേണ്ടിയിട്ടാണ് നീ കഠിനാധ്വാനം ചെയ്യുന്നത്. പക്ഷെ നിന്റെ ദാരിദ്ര്യം തീരൂല. ഒരു പ്രശ്നം തീർന്നാൽ അടുത്ത പ്രശ്നം. അതുകൊണ്ട് സാർമാരെ, ഈ ഒഴിവാക്കിയെടുക്കലാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നത്. തിരക്കിന്റെ ഇടയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാന്ന്. ഭാര്യ, മക്കൾ, ഏർപ്പാടുകൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ അടിമകൾ പുറപ്പെടാൻ എത്രയോ ആളുകൾ അൽഹംദുലില്ലാഹ് പുറപ്പെട്ടുകൊണ്ടിരിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തും.
വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ, നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, നമ്മുടെ അടുത്ത ജില്ലകളിൽ നിന്ന് വന്നവർ, സ്വന്തം ജില്ലക്കാർ എത്രയോ ആളുകൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളികൾ കയറിയിറങ്ങി, വീടുകൾ കയറിയിറങ്ങി, ഇടവഴികളും കമ്പോളങ്ങളും കയറിയിറങ്ങി. അവർ സഹോദരങ്ങളെ കൈപിടിച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ. സാർമാരെ, ദുനിയാവിന്റെ ഒരു ആവശ്യത്തിനു വേണ്ടി വന്നവരല്ല. ഇസ്ലാമിന്റെ പേരിൽ, ഈമാനിന്റെ പേരിലുള്ള സഹോദരന്റെ കൈപിടിച്ച്, സഹോദര ഞാനും നീയും ദുനിയാവിൽ കുറഞ്ഞ കാലത്തേക്ക് വന്നവരാണ്. നമ്മുടെ കാലാകാല ജീവിതം ആഖിറത്തിലാണ്. ആഖിറത്തിലേക്ക് വേണ്ടി തയ്യാറാവേണ്ടവരാണ്. വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നീ തയ്യാറാവും, ഞാൻ തയ്യാറാവാൻ വേണ്ടി വന്നതാണ് എന്ന നിലയിൽ കൈപിടിച്ച് സഹോദരങ്ങളെ, പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും, ഓരോരോ ഗലികളും കമ്പോളങ്ങളും വീടുകളുടെ ഇടവഴികളും മലകളും കയറി ഈ സഹോദരങ്ങൾ നടക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ ബുദ്ധിയില്ലാത്തവരാണ്, ഇവർക്ക് വലിയ ഐഡിയൊന്നുമില്ല, ഒരു വലിയ സാമർത്ഥ്യമൊന്നുമില്ലാത്തവരാണ്, ദുനിയാവിനെ പറ്റി ഒരു ചിന്തയില്ലാത്തവരാണ് എന്നൊക്കെ നമുക്ക് തോന്നും. സഹോദര, നമുക്ക് ഇവരെ വിഡ്ഢികളും ബുദ്ധിയില്ലാത്തവരുമായി ഇന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയൊരു ദിവസം വരാനുണ്ട്, അന്ന് മനസ്സിലാവും യഥാർത്ഥ ബുദ്ധിമാൻ ഇവരായിരുന്നു. ഇവർ പകൽ മുഴുവനും അള്ളാഹുവിന്റെ അടിമകളുടെ കൈപിടിച്ച് പടച്ചവനെ കുറിച്ച് പറയുകയും വീട്ടിന്റെ സുഖമെത്തകളിൽ നിന്നും ഭാര്യമാരോടൊന്നിച്ചുള്ള ജീവിതങ്ങളെയും വിട്ട് പള്ളികളുടെ കൊതുകുകളുടെ കടികൾ കൊണ്ട് പുൽപ്പായകളിൽ കിടന്ന് അന്തിയുറങ്ങുകയും കിട്ടിയ ഭക്ഷണം കഴിച്ച് പുൽപ്പായകളിൽ കിടന്നുറങ്ങുന്ന ഈ കൂട്ടങ്ങൾ പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരും എഴുന്നേറ്റ് ഉളൂ ചെയ്ത് ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ തൂണുകൾക്ക് അറ്റത്ത് പോയി നിന്നുകൊണ്ട് ഉടമസ്ഥന്റെ മുന്നിൽ പാതിരാക്ക് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഉടമസ്ഥന്റെ മുന്നിൽ ഈ അടിമ നിന്ന് അല്ലാഹു അക്ബർ കെട്ടി സൂറത്തും ഫാത്തിഹയും ഖുർആൻ സൂറത്തുകളും ഓതി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ശേഷം സലാം വീട്ടി ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിൽ കൈനീട്ടുകയാണ്. ഏ അല്ലാഹ്, എന്റെ ജീവിതം പാഴായി പോയി പടച്ചവനെ, നിന്റെ അനുസരണക്കേടിലും ധിക്കാരത്തിലുമായി എന്റെ ജീവിതം കഴിഞ്ഞു പോയല്ല, നീ എനിക്ക് പുറത്തു തരണേ. നീ എന്നോട് പൊറത്തിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ദുനിയാവ് നശിച്ചു പോകും പടച്ചവനെ, എന്റെ ആഖിറം നശിച്ചു പോകും പടച്ചവനെ, നീ എന്നോടൊന്ന് കരുണ ചെയ്യല്ല. പാതിരാത്രിക്ക് എല്ലാ ജീവിതകാലങ്ങളും മുഴുവൻ മനുഷ്യരും സുഖനിദ്രയിൽ കഴിയുമ്പോൾ ഈ അടിമകൾ എഴുന്നേറ്റ് പുൽപ്പായകളിൽ നിന്ന് എഴുന്നേറ്റ് ഉടമസ്ഥന്റെ മുന്നിൽ കൈനീട്ടുന്ന ഇവർ ബുദ്ധിയില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹോദര, ഒരു കാലം വരാനുണ്ട്, അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസൗഫ തറാ ഇദാ കശഫൽ ഗുബാറു അഫർസുൻ തഹ്ത റിജ്ലിക അം ഹിമാറു. പൊടിപടലങ്ങൾ കെട്ടടങ്ങിയാൽ നിനക്ക് മനസ്സിലാവും കുതിരപ്പുറത്താണോ അതോ കഴുതപ്പുറത്താണോ യാത്ര ചെയ്തത് എന്ന് നിനക്ക് മനസ്സിലാകും എന്ന് കവി പറഞ്ഞതുപോലെ മരിച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ എന്ന് ഉറ്റവർ മണ്ണുവാരിയിട്ടതിനു ശേഷം നിനക്ക് മനസ്സിലാവും അവരായിരുന്നു സത്യത്തിൽ ബുദ്ധിമാന്മാർ. വിരിപ്പിന്റെ കടക്കകളിൽ നിന്ന്, മാർദ്ദവമായ മെത്തകളിൽ നിന്ന് സൗന്ദര്യവതിയായ ഭാര്യയെയും വളരെ പിഞ്ചു കുഞ്ഞുങ്ങളെയും വിട്ട് ദുനിയാവിന്റെ സകല സുഖങ്ങളും വിട്ട് ഈ അടിമകൾ പടച്ചവന്റെ പള്ളിയിൽ പോയി പരിചയമില്ലാത്തവരുടെ കൈകൾ പിടിച്ച് അള്ളാനെ പറ്റി പറഞ്ഞു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അവസ്ഥയിൽ കഴിഞ്ഞു. രാത്രി സമയത്ത് ഉടമസ്ഥന്റെ മുന്നിൽ കൈനീട്ടുന്ന ഈ അടിമകൾ അവരുടെ കണ്ണുനീർ തുള്ളികളെ പടച്ചവൻ പാഴാക്കൂല. അവരുടെ കണ്ണുനീർ തുള്ളികളെ പടച്ചവൻ പാഴാക്കൂല. സഹോദരന്മാർ, ദംഅത്തുൻ വാഹിദത്തുൻ തുത്ഫിഉ ബുഹൂറുൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിറ്റു കണ്ണുനീർ പടച്ചവന്റെ ഭയത്തിന്റെ പേരിൽ അടിമയുടെ കണ്ണിൽ നിന്ന് വരികയാണെങ്കിൽ ആ കണ്ണുനീർ തുള്ളി നരകത്തിന്റെ സമുദ്രത്തെയും കെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തവർ, അക്രമികൾ, കൊള്ളക്കാരർ, നാട്ടിൽ നമസ്കാരവും നോമ്പും കഴിഞ്ഞ നല്ല ജനങ്ങൾ എല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് കരയുകയാണ്. ഈ ഒരു നല്ല അവസ്ഥക്ക് ജീവിതത്തിൽ അവസരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ വല്ലാഹി പടച്ചതമ്പുരാനാണെങ്കിൽ സത്യം നാളെ ആഖിറത്തിലെത്തി കൈകടിക്കേണ്ടി വരും. യൗമ യഉദ്ദു ളാലിമു അലാ യദൈ, അക്രമിയായ മനുഷ്യർ അവരുടെ കൈകൾ കടിക്കുന്ന ദിവസം എന്ന് പടച്ചവൻ പറഞ്ഞ ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുമായി പോകും. സഹോദരന്മാരെ, അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇതൊരു അവസരമാണ് സഹോദരന്മാരെ. മരണം എന്ന് സംഭവിക്കും അള്ളാഹുവിന് മാത്രമേ അറിയൂ. മരണം എന്ന് സംഭവിക്കും അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സ്ഥലത്ത് ജമാഅത്തിൽ പോയി. അവിടെയുള്ള ഒരു സഹോദരൻ, യാ അല്ലാ, നിന്നോട് ഞങ്ങൾ ഒന്നും തുറന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ, ഞങ്ങളെ ഉള്ളറിയുന്ന അല്ലാ, രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാ, മുമ്പ് ചെയ്തതും ഇനി ചെയ്യാനുള്ളതും അറിയുന്നവനായ അല്ലാ,
ഞങ്ങൾക്കെല്ലാവർക്കും പുറത്തു താ അല്ലാ. ഞങ്ങളെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്ക് പടച്ചവനെ, നീ ഒരു നല്ല തീരുമാനം എടുക്ക് പടച്ചവനെ, ഒന്ന് പുറത്തു തരാൻ തീരുമാനിക്ക് പടച്ചവനെ. യാ അല്ലാ, ഞങ്ങൾ മഹാപാവങ്ങളാണല്ലാ പടച്ചവനെ. ഞങ്ങളെ കാര്യം ആലോചിച്ചാൽ ഞങ്ങൾ ഉറപ്പായിട്ട് നശിച്ചു പോകും പടച്ചവനെ. ഞങ്ങൾ ചെറുപ്പത്തിൽ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ എന്തൊക്കെ ചെയ്തു എന്ന് കണക്ക് നോക്കിയാൽ ഞങ്ങളുടെ നാശത്തിനുള്ളതൊക്കെ ചെയ്തു വെച്ചുപോയി പടച്ചവനെ. ഇനി നിന്റെ കരുണയല്ലാതെ വേറൊന്നുമില്ല പടച്ചവനെ. യാ അല്ലാ, ഞങ്ങൾ മുമ്പ് ചെയ്തതൊക്കെ മറന്നു കിടക്കാണ് പടച്ചവനെ. ഞങ്ങളതൊക്കെ വിട്ടുകളഞ്ഞു പടച്ചവനെ. പക്ഷെ നീ വിട്ടുകളഞ്ഞിട്ടുണ്ടോന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അല്ലാ പടച്ചവനെ. എല്ലാം വിട്ടു തരണേ അല്ലാ. ഞങ്ങളോടൊന്ന് കരുണ കാണിക്കല്ല. ഞങ്ങൾ വലിയ വലിയ ആവശ്യക്കാരാണ് പടച്ചവനെ, വലിയ കുറ്റക്കാരുമാണ് പടച്ചവനെ. എങ്കിലും ഏറ്റവും വലിയ മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനായ നിന്റെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടുകയാണ് പടച്ചവനെ. യാ അല്ലാ പടച്ചവനെ, ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്താൽ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടും പടച്ചവനെ. യാ അല്ലാ, ബനി ഇസ്രായേലിലെ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരുടെയും തിന്മകൾ പുറത്തു തന്നാൽ നിന്റെ ഇസ്സത്തിന് എന്തെങ്കിലും കുറവുണ്ടാവുകയാണെങ്കിൽ പടച്ചവനെ നീ പുറത്തു തരണ്ട പടച്ചവനെ. നിന്റെ ഇസ്സത്തിന് ഒരു കുറവും ഇല്ലെങ്കിൽ ഞങ്ങളെ പാവങ്ങൾ എല്ലാവരുടെയും പുറത്തു തരണേ പടച്ചവനെ. നിന്റെ ഇസ്സത്തിന് എന്ത് കുറവുണ്ടാവാനാ പടച്ചവനെ? നീ ഒന്ന് പുറത്തു താ അല്ലാ. ഞങ്ങളുടെ കാര്യത്തിൽ നീ ഒരു നല്ല തീരുമാനം എടുക്കണേ പടച്ചവനെ. യാ അല്ലാ, നന്നാവാൻ അതിയായ ആഗ്രഹമുണ്ട് പടച്ചവനെ. യാ അല്ലാ, വല്ലാത്ത ആഗ്രഹമുണ്ട് പടച്ചവനെ. പലപ്പോഴും നന്നാവാനുള്ള ചിന്തയും പരിശ്രമവും ചെയ്തിട്ടുണ്ട് പടച്ചവൻ. എന്നിട്ടും നഫ്സും ശൈത്താനും ഞങ്ങളെ വിടുന്നില്ല പടച്ചവനെ. നഫ്സും ശൈത്താനും ഞങ്ങളെ വിടുന്നില്ല പടച്ചവനെ. അല്ലാ, ഞങ്ങൾ നന്നായി നടക്കാൻ വിചാരിച്ചാലും ശൈത്താൻ ഞങ്ങളെ വഴികളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ് പടച്ചവനെ. നഫ്സ് ഞങ്ങളെ വഴികളിലേക്ക് തള്ളിവിടാണ് പടച്ചവനെ. യാ അല്ലാ, യാ അല്ലാ, നിന്റെ കരുണ കൊണ്ട് നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങളെ വലിച്ചു ചേർക്കണേ അല്ലാ. അല്ലാ, തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഒഴിവാക്കി തരണേ പടച്ചവനെ. നീ സാഹചര്യങ്ങളിൽ ഇട്ട് ഞങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് കുടുങ്ങും പടച്ചവനെ. ഞങ്ങൾക്ക് അത്ര വലിയ ഈമാനൊന്നും ഇല്ല പടച്ചവനെ. സഹാബാക്കളെ പോലത്തെ ഈമാനൊന്നും ഇല്ല പടച്ചവനെ. സഹാബാക്കൾ ഖുർആൻ ഇറങ്ങുന്നത് കണ്ടതാണ് പടച്ചവനെ. നിന്റെ ഹബീബായ നബിതങ്ങളുടെ മുഖം അവർ കണ്ടവരാണ് പടച്ചവനെ. നിന്റെ ഹബീബിന്റെ വാക്കുകൾ അവർ നേരിട്ട് കേട്ടതാണ് പടച്ചവനെ. ജിബ്രീലിന്റെ വരവ് അവർ നേരിട്ട് കണ്ടതാണ് പടച്ചവനെ. അവരുടെ ഈമാൻ ശക്തമാണ് പടച്ചവനെ. ഞങ്ങൾ കണ്ടത് മുഴുവനും തിന്മകളാണ് പടച്ചവനെ. ഞങ്ങൾ കണ്ടത് മുഴുവനും മോശത്തരങ്ങളാണ് പടച്ചവനെ. ഞങ്ങൾ ഒന്നും നല്ലത് കണ്ടിട്ടില്ല പടച്ചവനെ. ഞങ്ങൾക്കൊരു നല്ല കൂട്ടുകെട്ടില്ല പടച്ചവനെ. ഞങ്ങളെ തിന്മയെന്ന് രക്ഷപ്പെടുത്താൻ നല്ല ഒരു നായകത്വമില്ല പടച്ചവനെ. ഈ അവസ്ഥയിൽ ഞങ്ങൾ യതീമുകളെ പോലെ ജീവിക്കാണ് പടച്ചവനെ. ഈ അവസ്ഥയിൽ നീ നിന്റെ റഹ്മത്തിന്റെ കരുണയുടെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും നശിച്ചു പോകും അല്ലാ. യാ അല്ലാ, ഒരു കാലത്ത് ഞങ്ങളുടെ സ്ത്രീകളെ കണ്ടാൽ മലക്കുകൾ പോലും ലജ്ജിച്ചിരുന്നു പടച്ചവനെ. ഇന്ന് ഞങ്ങളെ പെണ്ണുങ്ങളെ കണ്ടാൽ ശൈത്താൻ പോലും ലജ്ജിച്ചു പോകും പടച്ചവനെ. അത്രത്തോളം ദുരവസ്ഥയിൽ ഞങ്ങളെ സ്ത്രീകൾ എത്തി പടച്ചവനെ. ഒരു കാലത്ത് ഖുർആനും തസ്ബീഹും മിസ്വാക്കുമായി നടന്ന ഞങ്ങളെ ചെറുപ്പക്കാർ ഇന്ന് ഞങ്ങളെ ചെറുപ്പക്കാരുടെ കയ്യിൽ ശൈത്താനിന്റെ ആയുധങ്ങളാണുള്ളത് പടച്ചവനെ. മ്യൂസിക് ഉപകരണങ്ങളാണ് പടച്ചവനെ. കേൾക്കുന്നതും പറയുന്നതെല്ലാം തിന്മകളാണല്ലാ. യാ അല്ലാ, ഈ അവസ്ഥയിൽ ഞങ്ങളെ ഈമാനെ എങ്ങനെ സംരക്ഷിക്കും പടച്ചവനെ? നീ ഞങ്ങളൊരു നല്ല അവസ്ഥ ഉണ്ടാക്കി താ അല്ലാ. യാ അല്ലാ, ഞങ്ങളൊരു നല്ല അവസ്ഥ ഉണ്ടാക്കി താ അല്ലാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാ, നീ ഞങ്ങളോടൊന്ന് കരുണ ചെയ്യ് പടച്ചവനെ. ഞങ്ങളോടൊന്ന് വിട്ടുവീഴ്ച ചെയ്യ് പടച്ചവനെ. യാ അല്ലാ, നീ വല്ലാത്ത കരുണ ചെയ്യുന്നവനാണല്ലോ. നിന്റെ ഹബീബിന്റെ തലയെടുക്കാൻ വീട്ടിൽ നിന്ന് വാളുമായി പോയ ഉമർ റളിയല്ലാഹു അൻഹു ഹിദായത്ത് കൊടുത്ത് ലോകത്തിന്റെ ഹിദായത്തിന് നീ കാരണക്കാരനാക്കിയല്ലോ പടച്ചവനെ. നീ ഉദ്ദേശിച്ചാൽ എല്ലാം നടക്കും പടച്ചവനെ. ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ കുത്തി പടച്ചവനെ ചാട്ടുളി പ്രയോഗിച്ച് കൊന്ന് ഷഹീദാക്കി അവരുടെ നെഞ്ചിനെ പിളർത്തി കരളെടുത്ത് കടിച്ചു തുപ്പിയ ഹിന്ദക്കും ബഷീർ റളിയല്ലാഹു അൻഹു ഹിദായത്ത് കൊടുത്തല്ലോ പടച്ചവനെ. യാ അല്ലാ, ഞങ്ങളോടും ഒരു നല്ല തീരുമാനം എടുക്ക് പടച്ചവനെ.
യാ അല്ലാഹ് ഞങ്ങൾ പാവങ്ങളാണല്ലാ, ഞങ്ങൾക്ക് ദീൻ പറഞ്ഞു തരാൻ ആരുമില്ല പടച്ചവനെ, ഞങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാണ് പടച്ചവനെ. ഈ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കി താ അല്ലാഹ്, ഞങ്ങളെ ഉമ്മത്തിനെ നന്നാക്കി താ പടച്ചവനെ, ഞങ്ങളെ ഉലമാക്കളെ നീ നന്നാക്കണേ പടച്ചവനെ. ഉലമാക്കൾക്ക് നേർമാർഗം പറഞ്ഞു തരാൻ തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. അവർ പറയുന്ന നേർമാർഗത്തിലൂടെ നടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഉലമാക്കളുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ, ദീർഘായുസ്സും ആഫിയത്തും ചെയ്യണേ പടച്ചവനെ. യാ അല്ലാഹ് യാ അല്ലാഹ്, നീ ഞങ്ങളിൽ പടച്ചവനെ ഇന്നത്തെ ദിവസം ഒരു തീരുമാനം എടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മരണം ഏത് സമയത്താണ് എപ്പോഴാണ് ഞങ്ങൾക്ക് അറിയില്ല അല്ലാഹ്, നിനക്കതെല്ലാം വ്യക്തമായിട്ട് അറിയല്ലോ പടച്ചവനെ. യാ അല്ലാഹ്, ഇസ്രായേലിന്റെ കയ്യിൽ നീ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും പടച്ചവനെ. എവിടെ വെച്ച് ഏത് അവസ്ഥയിലാണ് ഞങ്ങളെ റൂഹ് പിടിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. അന്നത്തെ ദിവസം ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാക്കണേ അല്ലാഹ്. പേടിക്കണ്ട, വ്യസനിക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാർ ദുനിയാവിൽ ഞങ്ങളായിരുന്നു, ഇനി ആഖിറത്തിൽ ഞങ്ങളായിരിക്കും എന്റെ കൂട്ടുകാരെന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്ന നല്ല കൂട്ടത്തിലാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി ഖബറിൽ വെച്ച് മണ്ണിട്ടിട്ട് എല്ലാവരും തിരക്കിൽ തിരിഞ്ഞു നടക്കുമ്പോൾ നീ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവണേ പടച്ചവനെ. ആ ഖബറിന്റെ ഇരുട്ടിൽ പടച്ചവനെ ഞങ്ങൾക്ക് നീ പ്രകാശം നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, മുഴുവൻ ഖബറാളികൾക്കും പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളെ വാത്സല്യ നിധികളായ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരു പാവങ്ങളാണല്ലാ, അവർ ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരാണ് പടച്ചവനെ. ഞങ്ങൾക്ക് വേണ്ടി അവർ പട്ടിണി കിടന്നവരാണല്ലാ. നിന്റെ ഇബാദത്തും അവർ ഒഴിവാക്കിയിട്ടുണ്ടാവും പടച്ചവനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അവരെ കാണൽ, അവരെ നിലനിൽക്കൽ ഞങ്ങളെ കണ്ണിന് കുളിർമയും ജീവിതത്തിന് സമാധാനവുമാണ് പടച്ചവനെ. അവരോട് നല്ല നിലയിൽ പെരുമാറാനും അനുസരണയുള്ള മക്കളായി നീ ഞങ്ങളാക്കണേ പടച്ചവനെ. മരിച്ചുപോയ മാതാപിതാക്കൾ, വല്യാപ്പന്മാർ, വല്യമ്മമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ആരെല്ലാം ഉണ്ടോ പടച്ചവനെ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ ആ ഖബറിന്റെ ജീവിതം അവർ അനുഭവിച്ചു തുടങ്ങി പടച്ചവനെ. യാ അല്ലാ, ഏതവസ്ഥയിലാണോ നിനക്കറിയുള്ളൂ പടച്ചവനെ. അവരെ ഖബർ ഇടുക്കമാണോ വിശാലമാണോ നിനക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാ. ഞങ്ങൾ മണ്ണിട്ട് തിരിച്ചു വന്നതാണ്, അവരെ പറ്റി ഒരറിവ് ഞങ്ങൾക്കില്ല പടച്ചവനെ. യാ അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ മക്കളായ ഞങ്ങളുടെ നല്ല അമലുകളുടെ തണൽ അവരെ